അപ്പം രക്ഷപ്പെട്ട ഹൃദയം, നല്ല ആരോഗ്യമുള്ള ഹൃദയം അതാണ്. ഇനി ആ ഹൃദയത്തിന് മനുഷ്യരുടെ പാപങ്ങൾ കാരണത്താൽ, തെറ്റുകൾ കാരണത്താൽ അവനിലുണ്ടാകുന്ന പല വിധത്തിലുള്ള അറിവില്ലായ്മകളും അവിവേകങ്ങളും ഒക്കെ കാരണത്താൽ അങ്ങനെയാണല്ലോ ആ ഹൃദയത്തിന് അസുഖം ബാധിക്കും, പുഴുക്കുത്തുകൾ ബാധിക്കും, അങ്ങനെ അസുഖങ്ങളിലാകും. അതാണ് ഫീ ഖുലൂബിഹിം മറളുൻ എന്ന് മുനാഫിക്കുകളെ കുറിച്ച് ഖുർആൻ സൂറത്തുൽ ബഖറയിൽ വളരെ വിശദമായിട്ടാണല്ലോ പറയുന്നത്. ഏറ്റവും അപകടകരമായ വിഭാഗമാണ് മുനാഫിക്കുകൾ. നോക്കൂ നിങ്ങൾ, സൂറത്തുൽ ബഖറയിൽ അല്ലാഹു തആല അതിൻ്റെ ആദ്യ ഭാഗത്ത് 3 കൂട്ടരെ പരിചയപ്പെടുത്തുന്നുണ്ട്. ആദ്യം വിശ്വാസികളെ പറഞ്ഞു, അവരുടെ ഗുണങ്ങൾ പറഞ്ഞു. രണ്ടാമത്തത് കാഫിറുകളെ കുറിച്ച് അധികമൊന്നും പറഞ്ഞില്ല, 1-2 ആയത്തുകളിൽ മാത്രം അവരെ ഒതുക്കി. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഏതാനും ആയത്തുകൾ നിറയെ ആരെക്കുറിച്ചാണ് പറയുന്നത്? മുനാഫിക്കുകളെ കുറിച്ച്. കാരണം വളരെ ഗൗരവമാണ്. കാരണം കാഫിറായിട്ട് നിൽക്കും, അവൻ്റെ ഷർറ് വേഗം മനസ്സിലാക്കാൻ പറ്റും. അതേ അവസരത്തിൽ കാഫിറട്ടായിട്ടില്ല, മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ ഇങ്ങനെ നടന്ന് ഫിത്നയുണ്ടാക്കുന്ന, അങ്ങനെ ആ വിധത്തിലുള്ള മുസ്ലിമീങ്ങളോട് ഒട്ടി നിൽക്കുന്ന ശത്രുവാണ് മുനാഫിക്ക്. അവനെ തിരിച്ചറിയാൻ കുറച്ച് പ്രയാസമായിരിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ സ്വഭാവങ്ങളൊക്കെ വളരെ ഗൗരവത്തോടെ വിശുദ്ധ ഖുർആൻ ധാരാളം ആയത്തുകളിലൂടെ സൂറത്തുൽ ബഖറയിലെ, സൂറത്തു തൗബയിലെ, സൂറത്തുൽ മുനാഫിഖൂനിലെ ഒക്കെ അല്ലാഹു തആല എടുത്തു പറയുന്നുണ്ട്. സൂറത്തുൻ നിസായിൽ പറയുന്നുണ്ട്, ധാരാളം സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്. അത്ര ഗൗരവമാണ്. അപ്പം ഇതൊരു അസുഖമാണ്, നിഫാഖിൻ്റെ അസുഖം. അള്ളാഹു ചോദിക്കാണ്, അള്ളാഹിൻ്റെയും അള്ളാഹിൻ്റെ റസൂലിൻ്റെയും നിയമങ്ങൾ അനുസരിക്കാൻ യഥാർത്ഥത്തിൽ നല്ല രക്ഷപ്പെട്ട ഹൃദയമുള്ള ഒരാൾക്ക് ഒരു പ്രയാസം ഉണ്ടാവില്ല. പിന്നെ ഇവരെന്താ പിന്തിരിയാൻ കാരണം? ഒരു കാരണം അല്ലാഹു ചോദിക്കുന്നു, അഫീ ഖുലൂബിഹിം മറളുൻ, ഈ സത്യം സ്വീകരിക്കാൻ നിങ്ങൾക്ക് തടസ്സം എന്താ? അവരുടെ ഹൃദയങ്ങളിൽ വല്ല രോഗവുമുണ്ടോ? അതല്ലെങ്കിൽ അടുത്ത ചോദ്യം എന്താണ്? അമിർതാബു, അവർക്ക് വല്ല സംശയങ്ങളും ഉണ്ടോ? ഇർതാബ, സംശയിച്ചു. അള്ളാഹിൻ്റെ നിയമങ്ങളെക്കുറിച്ച് സംശയിക്കുക, അതും ഒരു രോഗമാണ്. മറദു ശക്ക് വ ശുബ്ഹ, എന്ത് കേട്ടാലും സംശയം. അവന് സംശയം തീരലില്ല, അവനക്ക് ഖൽബിൽ അവൻ്റെ ഈമാൻ അങ്ങോട്ട് ഉറക്കുന്നില്ല. അള്ളാഹുവിൻ്റെയും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെയൊക്കെ നിയമങ്ങൾ അതത്ര പോരെ? അതൊക്കെ ഈ കാലഘട്ടത്തിലേക്ക് യോജിക്കുമോ? അതും കൊണ്ടൊക്കെ ഈ ലോകത്ത് പുരോഗതിയുടെ പടവുകൾ കയറാൻ ഒക്കുമോ? അതൊക്കെ അങ്ങ് 6-ാം നൂറ്റാണ്ടിലുള്ള ആളുകളുടെ കാര്യമല്ലേ എന്നൊക്കെ ഈ ആധുനിക കാലഘട്ടത്തിൽ ചില ആളുകൾക്ക് സംശയം വന്നില്ലേ? അതേപോലെ അന്നുണ്ടായിരുന്ന മുനാഫിക്കുകളും അങ്ങനെയൊക്കെ സംശയിച്ചിട്ടുണ്ട്. അപ്പൊ അവർക്ക് ഇതിലൊന്നൊരു വിശ്വാസമല്ല, അതാണല്ലോ മുനാഫിക്ക്. അതുകൊണ്ടാണ് അള്ളാഹു രണ്ടാമത്തെ കാരണമായി ചോദിച്ചതെന്ത്? അമിർതാബു, അവർക്ക് വല്ല സംശയവുമുണ്ടോ? അവർ വല്ല സംശയത്തിലും അകപ്പെട്ടിരിക്കുകയാണോ? ഇത് ഏറ്റവും വലിയ രോഗമാണത്. ശുബ്ഹത്ത് ഉണ്ടാക്കുക, ശഹ്വത്തിൻ്റെ രോഗം. ശുബ്ഹത്ത് ആണ് ഇന്ന് സമൂഹത്തിൽ മനുഷ്യന്റെ വിശ്വാസത്തിൽ സംശയങ്ങൾ ജനിപ്പിക്കലാണ് ഇന്ന് ലോകത്ത് എല്ലാ കുതർക്കികന്മാരും കുബുദ്ധികളും നിരീശ്വര നിർമ്മത പ്രസ്ഥാനങ്ങളുടെ ആളുകളുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനുഷ്യന്റെ വിശ്വാസത്തിൽ ദൃഢത വരാതെ അവനിൽ പല വിധത്തിലുള്ള തെറ്റിദ്ധാരണകളും കുത്തിവെച്ച് ഇസ്ലാമിൻ്റെ നിയമങ്ങളോട് വെറുപ്പും അകൽച്ചയും സംശയമൊക്കെ ഉണ്ടാക്കി തീർക്കുക, അതൊരു വലിയ രോഗമാണ്. അങ്ങനെ സംശയത്തിൽ അകപ്പെടുന്നവരല്ല വിശ്വാസികൾ. യഥാർത്ഥത്തിലുള്ള വിശ്വാസികൾ അവർ വിശ്വസിക്കുന്നു എന്ന് മാത്രമല്ല, വിശുദ്ധ ഖുർആൻ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട് വിശ്വാസികളെ സംബന്ധിച്ച്. അവർ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് അള്ളാഹു നിർത്തിയിട്ടില്ല. സുമ്മലം യർതാബൂ എന്നാണ് പറഞ്ഞത്. പിന്നീട് അവർ സംശയത്തിൽ അകപ്പെടുകയില്ല. അപ്പം നമുക്ക് സംശയം ഉണ്ടാവാൻ പാടില്ല. സംശയങ്ങളുണ്ടെങ്കിലോ, സംശയങ്ങൾ നമുക്കിപ്പോൾ മതപരമായിട്ട് ഏതെങ്കിലും വിഷയത്തിൽ സംശയങ്ങളുണ്ടോ, ആത്മാർത്ഥമായി ആ സംശയങ്ങൾ ദൂരീകരിക്കുവാൻ അതിനെക്കുറിച്ച് നല്ല അവഗാഹമുള്ള ആളുകളോട് ചോദിക്കണം. അതാണ് വേണ്ടത്. അതല്ലാതെ സംശയരോഗവുമായിട്ട് ഇങ്ങനെ നടന്ന് ഇസ്ലാമിൻ്റെയോ ഇസ്ലാമിൻ്റെ നിയമങ്ങളെയോ തെറ്റിദ്ധരിക്കലല്ല. ഫസ്അലു അഹ്ല ദിക്രി, ഓരോ വിഷയത്തിലുമുള്ള നല്ല അവഗാഹം നേടിയ ആളുകളോട്, അതിൻ്റെതായ ആളുകളോട് നിങ്ങൾ ചോദിക്കുവീൻ. ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ, നിങ്ങൾക്ക് വിവരമില്ലെങ്കിൽ, നിങ്ങൾ വിവരമില്ലാത്തവരാണെങ്കിൽ വിവരമുള്ളവരോട് നിങ്ങൾ ചോദിക്കണം എന്നാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അപ്പോൾ സഹോദരങ്ങളെ, അങ്ങനെ സംശയത്തിൽ അകപ്പെട്ടിരിക്കുകയാണോ ഇവർ? ഇതാണ് അള്ളാഹു രണ്ടാമത് ചോദിക്കുന്നത്. മൂന്നാമതോ
അമ്മദല്ല യഖാഫൂന, അവർ ഭയപ്പെടുന്നുണ്ടോ, അവർ ഭയപ്പെടുകയാണോ? എന്ത്? അയ്യഹീഫല്ലാഹു അലൈഹിം, അല്ലാഹു അവരുടെ മേൽ അനീതി ചെയ്യുമെന്ന്. വറസൂലുഹു, അല്ലാഹുവിൻ്റെ റസൂലും. അപ്പൊ അല്ലാഹുവിൻ്റെയും റസൂലിൻ്റെയും അദാലത്തിൽ അവർക്ക് ശക്കുണ്ടോ? ഇതാണ് അല്ലാഹു ചോദിക്കുന്നത്. യശുക്കൂന ഫി അദാലത്തില്ലാഹി വറസൂലിഹി, അല്ലാഹുവിൻ്റെയും അല്ലാഹുവിൻ്റെ റസൂലിൻ്റെയും നീതി രൂപത്തിലുള്ള നീതിയിൽ അവർ സംശയിക്കുന്നുണ്ടോ? അള്ളാഹിൻ്റെ റസൂലൊക്കെ ഞങ്ങളോട് ദുൽമേ ചെയ്യുള്ളൂ, അനീതിയെ കാണിക്കുകയുള്ളൂ, ന്യായമല്ല അവർ പ്രവർത്തിക്കുക എന്ന വല്ല പേടിയും ഇവർക്കുണ്ടോ? ഇങ്ങനെ 3 കാരണങ്ങൾ അള്ളാഹു അവരോട് ചോദിക്കുകയാണ്.